വഹാബി ചിന്തിക്കണം. ഇന്നിപ്പോൾ സമുദായ നേതൃത്വത്തിന് പിഴച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പറയുന്നവർ ചിന്തിക്കണം. അതൊക്കെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അർബഅത്തുൻ സയ്യിദാത്തു നിസാഇ അഹ്ലുൽ ജന്ന, സ്വർഗീയ വനിതകളിൽ നേതൃസ്ഥാനത്തുള്ള പെണ്ണുങ്ങളിൽ ഒന്നാമത്തെ ഖദീജ ബിൻത് ഖുവൈലിദ എന്ന് ഖാല റസൂലുള്ളാഹി. എന്നിട്ടുന്നില്ല, ചിന്തിക്കണം. ആ ഒരു മാർഗത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിനക്കൊന്ന് ശബ്ദപ്പെട്ടത്. ആ മാർഗത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിനക്കൊള്ളുന്നത്. അതാണ് സമസ്തയുടെ മാർഗം, ഖിയാമത്തിന്റെ മാർഗം. ഏതൊരു രോഗമുണ്ടായാലും ആ രോഗത്തിന് മങ്കൂസ് മൗലിദോടിയാൽ പരിഹരിക്കുന്ന സമയമുണ്ടായിരുന്നു. അതിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിനെതിരെ ഒരു പണപ്പുറപ്പാട് നടത്തിയത് ഇവിടെയുള്ള വഹാബികളാകുന്നു. ഇവിടെ ആർക്കാണ് ഫിത്റത്തു സലീമത്തുള്ളത് എന്ന് ചിന്തിക്കണം. വഹാബികൾക്ക് അത് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ ഗർബലയിൽ അഹ്ലുൽ ബൈത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞവരാണ്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണം. അഫ്വൻ വമഅദിറതൻ, ഞാനിത് പറയാണ്. ഇവിടെ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ദീനിന്റെ ആളുകൾ? لو كان ذنبي حب علي محمد فذلك ذنب لست عنه أتوب. ആര് പറഞ്ഞു? ഇമാം ശാഫിഈ. നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചതാണെങ്കിൽ ആ കുറ്റം എനിക്ക് ഉണ്ടാവട്ടെ, ഞാൻ മരണം വരെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു ഇമാം ശാഫിഈ. മുസ്തഫ നബി പറഞ്ഞത് അസ്ബതുകും അല സിറാത്തി അശദ്ദുകും ഹുബ്ബൻ ലി അഹ്ലി ബൈത്തി. صراط اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم شدكم اثبتكم على الصراط اشدكم حبا لاهل بيتي. صراط പാലത്തിൽ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിച്ചവരാ എന്ന് ഖാല റസൂലുള്ളാഹി. ഇനി ഒരു നേതാവ് ഇവിടെ വരും, അപ്പോൾ ഇസ്രായേൽ തകരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരു നേതാവ് വരും. ഏതാണ് നേതാവ്? നിങ്ങൾ വിചാരിച്ച നേതാവൊന്നുമല്ല, അത് മിൻ അഹ്ലി ബൈത്തിൻ നബി. ഇനി ഒരു നേതാവ് ഇവിടെ വരും. ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമാ ലാ യതവറുല്ലാഹു ദാലിക അൽ-യൗം വയബഅഥു റജുലൻ മിൻ അഹ്ലി ബൈത്തി. സ്വഹീഹ് മുസ്ലിം. ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു നേതാവ് വരും, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇമാം മഹ്ദി. ഒക്കെ പറഞ്ഞേക്ക് ഇമാം മഹ്ദി. ഈ അഹ്ലുൽ ബൈത്ത് ഗർബലയിൽ മുറിഞ്ഞു എന്ന് പറഞ്ഞവരാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി. അവർക്ക് ഫിത്റത്തു സലീമത്തുണ്ടോ? ചിന്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് എന്ത് ഫിത്റത്തുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ തള്ളി പറഞ്ഞതാ, അഹ്ലുൽ ബൈത്തിനെ ആക്ഷേപിച്ച് തള്ളി പറഞ്ഞതാ. അവർ ഗർബലയിൽ മരിച്ചുപോയി. അവർ ഗർബലയിൽ തീർന്നു പോയിട്ടുണ്ട്. ഇല്ല, എന്റെ കുട്ടിക്കാലത്ത് ആ വാക്വാദങ്ങളാ. ഇപ്പോൾ പാണക്കാട്ട് പോയി നിന്ന് എന്തോ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് വല്ലാതെ പറയുന്നില്ല മാത്രം. ചിന്തിക്കണം. ഇനി ഇവിടെ ആർക്കാ ഫിത്റത്തു സലീമത്തുള്ളത്? സുന്നികൾക്ക് വീര്യം പോരാ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. ചിന്തിക്കണം. ഉമർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ഞാനും ഹമീദ് ഫൈസി അമ്പലക്കടവ്, മോയിൻകുട്ടി മാഷ്, മുസ്തഫ മാഷ് മുണ്ടുപാറ, ഞങ്ങൾ ഒരു 12 ആളുകൾ ഒരാവശ്യത്തിന് വേണ്ടി ഉമർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തങ്ങൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ചെന്നു. ഇങ്ങനെ പറഞ്ഞു, പൂനൂരിലെ പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഞങ്ങളൊരു 10-12ഓളം ആളുകളുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നേരം വൈകിയ നിർത്തണ. പൂനൂരിലെ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ആളുകൾ വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം പാണക്കാട്ട് അഹ്ലുൽ ബൈത്താണ് തീരുമാനിച്ചിട്ട് ക്ഷണിച്ചാൽ മതി, അതിന് ചോര പരിശോധിക്കേണ്ടി വരും. പാണക്കാട്ടെ അഹ്ലുൽ ബൈത്താണോ എന്ന് ചോര പരിശോധിക്കണമെന്ന് എഴുതിയവരാണവർ. അതുകൊണ്ട് ചോര പരിശോധിച്ചിട്ട് മതി, ഒരു ചോരയൊന്നും പരിശോധിച്ചാൽ മതിയാവില്ല. അങ്ങനെ തന്നെ പറഞ്ഞത്. കുറച്ച് കൂടുതൽ പരിശോധിക്കേണ്ടി വരും. ചിലപ്പോൾ ഖബറിൽ ഇറങ്ങി പരിശോധിക്കേണ്ടി വരും. അത് മുസ്തഫ നബി വരെ പരിശോധിക്കേണ്ടി വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പറഞ്ഞു? അന്ന് അത് കേട്ട ഒരു 10-12 ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പാണക്കാട്ടെ അഹ്ലുൽ ബൈത്ത്, പാണക്കാട്ടെ ഉമർ അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ തങ്ങളുടെ മാസികയിൽ സുന്നിയില്ലാത്ത വഖഫ് ബോർഡ് എന്ന് എഴുതിയവർ. ചിന്തിക്കണം. ഇന്നത്തെ സുന്നിയാരാ? ബാപ്പാക്ക് മയ്യിത്ത് ചിന്തിക്കണം. കറാമത്താണ്. സ്വന്തം ബാപ്പാക്ക് മയ്യിത്ത് സ്വന്തം ബാപ്പാക്ക് മയ്യിത്ത് ചിന്തിക്കേ. നിങ്ങൾ വെച്ചിട്ടില്ലേ?
നിങ്ങൾക്ക് പേച്ചടില്ലേ? അഫ്വൻ, നിങ്ങൾക്ക് പേച്ചടില്ലേ? അല്ല, നിങ്ങൾക്ക് പേച്ചടില്ലേ? സ്വന്തം ബാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കാത്തവൻ, റമളാനിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചവൻ, ഈ കഴിഞ്ഞ തൊട്ടടുത്ത ന്യൂ ഇയർ പോലും ചാവക്കാട് ബീച്ചിൽ ആടിപ്പാടി ആഘോഷിച്ചവൻ. ചെയർമാൻ എന്തിനാ വഖഫിന്റെ മുതല് അള്ളാന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി എന്റെ ചെയർമാന്റെ കഥ പറയാം. ചിന്തിക്കണം. മഹാനായ ഉമർശാപനങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ സുന്നിയില്ലാത്ത വഖഫ് ബോർഡ് എന്ന് എഴുതിവിട്ടവർ പേച്ചിട്ടില്ലേ? بعد ارتحال الإنجليز الوالي يزداد دهريون في الإضلال. 1848 കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നിയത് പറയാൻ വേണ്ടിയാ എന്നെ വിളിച്ചത്. അത് ഉസ്താദ് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നിയത് പറയാൻ വേണ്ടി എന്നെ വിളിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അല്ല, അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഹക്ക് പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ആരും ആടിന്റെ കഴുത്തിലെ മുലയിൽ തൂങ്ങണ്ട, അതിൽ പാലില്ല. ഇപ്പോൾ ചില ആളുകൾ മുലയാന്ന് വിചാരിച്ചിട്ട് ആടിന്റെ കഴുത്തിലെ മുലയിൽ തൂങ്ങാൻ നോക്കുകയാണ്. വെറുതെ കൈ കേടാക്കണ്ട. അതിൽ പാലില്ല കൂട്ടരെ, അതിൽ പാലുണ്ടാവില്ല കൂട്ടരെ, അതിൽ പാലില്ല, അത് പാലോട്ട് ഉണ്ടാവില്ല. അത് കഴുത്തിലെ മുലയാണ് കൂട്ടരെ. അത് സാധനം മച്ചിയാണ് കൂട്ടരെ. അത് സാധനം മച്ചിയാണ്, അത് കഴുത്തിലെ മുലയാണ്. അതിലൊന്നുമില്ല. എന്തിനാ നിങ്ങൾ വെറുതെ നേരം കളയുന്നത്? ചിന്തിക്ക്, വെറുതെ നേരം കളയണ. നിങ്ങൾക്ക് എന്തൊക്കെ പണിയുണ്ട് ദുനിയാവില് ഒക്കെ എടുത്തൂടെ? വളരെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ സുന്നിയില്ലാത്ത വഖഫ് ബോർഡ് എന്ന് എഴുതിവിട്ടവർ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്കണം. ഞാൻ അടുത്ത സമ്മേളനം വേണ്ട, അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്കൊരു വാദപ്രതിവാദം വെക്കാം. 1848 കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ കമ്മ്യൂണിസത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രഭാഷണമോ ഒരു പ്രസംഗമോ ആഗോള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വളരെ വിനയത്തോടെ ചരിത്രം ഉദ്ധരിക്കാൻ ഞാൻ താല്പര്യപ്പെടുക. ലോക ചരിത്രത്തിൽ 1848 കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. 1848 കഴിഞ്ഞിട്ട് 150 ചില്ലാനും കൊല്ലമായി. 160 അല്ലേ? എത്രയല്ലേ? അല്ലേ? നിങ്ങൾ എന്റെ കൂടെ അല്ല? എത്രയായി? 160 കൊല്ലത്തിനിടയിൽ കമ്മ്യൂണിസത്തിന് വേണ്ടി വാദിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തുണ്ടായിട്ടില്ല. ഒരു മുസ്ലിം സ്ഥാപനം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അനേകിച്ചുണ്ടാക്കിയിട്ടുണ്ടാകാം, പണ്ഡിതന്മാരില്ല. വലിയോറ ഒരാൾ കമ്മ്യൂണിസ്റ്റായി. വലിയോറ മഹല്ലിൽ വാളക്കുളം അബ്ദുൽ ബാരി പാപ്പാന്റെ കാലത്ത് ആർക്കാ പേച്ചത്? ചിന്തിക്കണം. വാളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി അവരെ കാലത്ത് വലിയോറ മഹല്ലിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റായി. ജനങ്ങൾ ഉപദേശിച്ചു. അങ്ങനെ അയാളെ വാളക്കുളം അബ്ദുൽ ബാരി മഹാനവറുടെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? ഷഹാദത്ത് കലിമ ചൊല്ലിച്ച് ദീനിലാക്കി വലിയോറ മഹല്ലിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റായി. ഇതൊക്കെ നിലനിൽക്കുന്ന ചരിത്രമാവുന്നു. ഫിസ്കനോട് ഒത്തിരാജിയാകേണ്ട ജനങ്ങളെ ഒരിക്കലും ഫിസ്കനോട് ഒത്തിരാജിയാവില്ല. ഈ കാര്യമില്ല. അത് നമ്മുടെ പദവിന്ന് പുറത്തു പോകും. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എല്ലാവരോടും ഞാനിത് പറയാണ്. ഞാൻ വളരെ താഴ്മയോടെ കൂടി പറയാം. വളരെ ചിന്തിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഈ അഹമ്മദ് സാഹിബ് മർക്കസിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു.
പിറ്റേ ദിവസം കേരളത്തിലെ CPM നേതൃത്വത്തെ വിളിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞത്, മർക്കസ് വലിയൊരു സ്ഥാപനമാണ്, പലരും വന്നും പോയും ഇരിക്കും, അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട, നമ്മൾ മുമ്പ് നിന്നിടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സദസ്സിൽ പറയാണ്. എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റില്ല, തെളിവിന്റെ കയ്യിലുണ്ട്. ചുമരിന് ചെറിയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത്തരം ആളുകൾ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. നിരീക്ഷണ നിർമ്മല പ്രസ്ഥാനങ്ങൾ അധികരിച്ചു പോയാൽ നാശങ്ങൾ ലോകത്തുണ്ടാവും. ചിന്തിക്കണം, അവരെവിടെയും കുഴപ്പമുണ്ടാവും. അവരുടെ നേതാവ് കാൾ മാക്സാവൻ നിരീശ്വരവാദിയ, നമ്മുടെ നേതാവ് ഹബീബായ മുഹമ്മദ് നബി. ചിന്തിക്കണം, ഞാൻ കുറ്റം പറയല്ല, ചിന്തിക്കണം. ആ വഴിയിൽ പോയാൽ അത് ഹക്കിന്റെ സബീലേ അല്ല, അത് ബാത്തിലിന്റെ സബീല, അതിൽ യാതൊരു സംശയവും വേണ്ട. നിരീശ്വരവാദികൾക്ക് അഭയം കൊടുക്കാൻ ഒരു മുസൽമാന് സാധ്യമേ അല്ല. എന്തുകൊണ്ടാ മസ്ജിദുൽ ഖുറാനിൽ കേരളാണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട മഹാനായ അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാഹ് അവരുടെ നാട്ടിൽ ഒരു പള്ളിക്ക് കുത്തി നിറച്ചു. ആ നാട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞാൽ കുത്തി പറിച്ചെറിയണം, അത് മസ്ജിദുൽ ഖുറാനാണ്. കേട്ട ഒരു ഡസൻ ആളുകൾ ഇന്ന് ജീവിച്ചു. ചിന്തിക്കണം, നിങ്ങൾ നേരം വൈകിയ, നിങ്ങൾ റേഞ്ച് വിട്ട, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ റഹിമഹുല്ലാഹ് അല്ലാഹു തആല അവരോട് കൂടെ ഫിർദൗസിൽ ചേരാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ പള്ളിയുടെ അടുത്ത് ഒരു വിഭാഗം സുന്നികൾ പള്ളിക്ക് വേണ്ടി കുത്തിയടിച്ചു. ഇതൊക്കെ പറയേണ്ടി വന്നത് കൊണ്ട് പറയുകയാ, ഇത് സമാനിന്റെ ഒരു ഹർബായത് കൊണ്ട് പറയുകയാ. ഏതെങ്കിലും ജനത്തിന്റെ പളപളപ്പ് കണ്ടിട്ട് ആരെങ്കിലും തെറ്റിപ്പോകേണ്ട മനുഷ്യന്മാരെ, നമ്മൾക്കൊരു ഹർബായ വഴിയുണ്ട് മനുഷ്യന്മാരെ, ചിന്തിക്കണം. നമുക്കൊരു വഴിയുണ്ട്, മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളുടെ വഴിയാണത്. കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റായപ്പോൾ മോരിച്ചന്റെ ചേളാരിയിലെ മോരിച്ചന്തക്ക് കാള പ്രസിഡന്റായി നല്ലത് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ അഖിലേന്ത്യാ സെക്രട്ടറി ചിരിച്ചിട്ട് പൊട്ടി ചിരിക്കുന്ന കേസത്തിന് നമ്മുടെ കയ്യിലുള്ള ലക്ഷക്കണക്കായ മനുഷ്യർക്ക് അത് മറക്കാൻ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കണം, ആരാണിവർ? തെന്നിന്ത്യയിലെ ഏറ്റവും മഹാന്മാരായ ആലിമീങ്ങൾ, നമ്മുടെ മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അവരുടെ കൃത്യത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ജാമിഅയിൽ ദർസ് നടത്തിയിരുന്ന മഹാനായ ശൈഖുന സ്വന്തം 2 കുട്ടികൾ മരിച്ചു എന്ന് വിവരം പറഞ്ഞു. ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ആ ദർസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, പങ്കെടുത്ത വിദ്യാർത്ഥികൾ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവം. ഞാനിത് തമാശ പറയുകയല്ല. ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ആക്സിഡന്റിൽ സ്വന്തം കുട്ടികൾ മരിച്ചു എന്ന് ആരോ വന്ന് വിവരം പറഞ്ഞപ്പോൾ ബുഖാരി പൂട്ടിയില്ല. ഏതെങ്കിലും തോന്നിയപ്പോൾ തുറക്കുകയും തോന്നിയപ്പോൾ പൂട്ടുകയും ചെയ്യേണ്ട കിതാബല്ല ബുഖാരി എന്ന് പറഞ്ഞ് ബുഖാരി ദർസ് പൂർത്തിയാക്കിയിട്ട് ആ വീട്ടിലേക്ക് പോയത് നിങ്ങൾ ചിന്തിക്കണം. അതാണ് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ, അവരാണ് നമ്മുടെ മശായിഖന്മാർ. ആ മശായിഖന്മാരെ കാണാൻ എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് മാപ്പില്ല, ചരിത്രം മാപ്പ് കൊടുക്കുകയില്ല, ആർക്കും പോകാം. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ വന്നവർ മാപ്പ് പറയട്ടെ. ചേളാരിയിലെ കാളച്ചന്തയിൽ മൂരിച്ചന്തക്ക് കാള പ്രസിഡന്റായി എന്ന് പറഞ്ഞവരെ നിങ്ങൾക്ക് മാപ്പില്ല. ഞങ്ങളെ മശായിഖന്മാർ ആക്ഷേപിച്ച് നിങ്ങളെ വണ്ടിയുടെ ഏറ്റവും വലിയ വിലയുടെ പിന്നാലെ പോരാൻ നിങ്ങൾക്ക് മാപ്പില്ല. ഞങ്ങൾ തയ്യാറില്ല, ഞങ്ങൾ തയ്യാറില്ല. നിങ്ങളെക്കാൾ വലിയ പണമുണ്ട് ജോർജ് ബുഷിന്റെ കയ്യിൽ, എന്താ അവന്റെ ഒക്കെ തിരിക്കാൻ നോക്കിക്കൂടെ? ഞങ്ങളതിന് തയ്യാറില്ല. ഞങ്ങളെ മശായിഖന്മാരെ ആക്ഷേപിച്ചിട്ട് പോകുന്നവർക്ക് പോകാവുന്നതാണ്. ആരൊക്കെ പോയാലും അവർ ആടിന്റെ കഴുത്തിലെ മലയിൽ തൂങ്ങി അവസാനം മടങ്ങി വരേണ്ടി വരും. ഒരിക്കലും ജയിക്കുകയില്ല. ചതിച്ചവരാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട മഹാനായ ഫഖ്റുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ പോയിരുന്നു. മഹാനവർകൾ സമസ്തയുടെ പുറക്കത്തിന്റെ കാലഘട്ടത്തിൽ ദക്ഷിണ കർണാടകയിൽ സമസ്തക്ക് വളരെ
ശക്തി പകർന്ന മഹാനാണ് മഹാനായ ഫഖ്റുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന്റെ പേര് കേട്ടാൽ, സമസ്തയിൽ ഫിർഖത്തുണ്ടാക്കിയ മനുഷ്യന്റെ പേര് കേട്ടാൽ ആ പേരെന്നെ കേൾപ്പിച്ച് പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് തദ്ദേശവാസികളായ എന്നോട് പറഞ്ഞു. ഹബീബായ റസൂലുള്ള പറഞ്ഞു, മൻ യുരീദു അൻ യുഫർരിഖൽ ഉമ്മ വഹിയ ജമീഅ ഫഖതുഹു ബിസ്സൈഫ്. സ്വഹീഹ് മുസ്ലിം അൻ അർഫത ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുസ്തഫ നബി പഠിപ്പിച്ചത്? മൻ അറാദ അൻ യുഫർരിഖൽ ഉമ്മ, ഈ സമുദായത്തെ വെട്ടിമുറിച്ചവരാരാ? എന്തിന്റെ പേരിൽ സമുദായത്തെ വെട്ടിമുറിച്ചത്? മഹാന്മാരായ ആലിമീങ്ങളെ ആക്ഷേപിച്ചു. ആരായുടെ ആലിമീങ്ങളെ ആക്ഷേപിച്ചത്? ആരായുടെ ഗൂഢായുസം വളർത്തിയത്? മനുഷ്യന്മാർക്ക് മാന്യമായ ഒരു കാര്യം പറഞ്ഞൂടെ? ആരാണ് ഇവിടെ? ആരാണ് ഈ കഴിഞ്ഞ ജാമിയയുടെ സമ്മേളനത്തിൽ ഒരു ആയത്തോടിയിട്ട് ഞാൻ ഒരാളെ കെൽബു എന്ന് പറഞ്ഞു? ഉത്തരേ, എങ്ങനെ ഈ മനുഷ്യൻ എങ്ങനെ ആയത്തോടി പറയാൻ കഴിയും? അത് ഖുർആനിലും ആ മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്, അല്ലാതെ പിന്നില്ല. അല്ലാതെ താല്പര്യമാണ്. എനിക്ക് ഞാൻ കുറെ ആലോചിച്ചാണ് അങ്ങനെ പറഞ്ഞില്ലല്ലോ വർഷം ഇല്ല. എനിക്ക് നായ മഹ്മൂദല്ലേ, നായ മഹ്മൂദല്ലേ. ഖൽബുഹും ബാസിഖുൻ ദിറാഇഹി ബിൽവസ്വീർ വഖൽബുഹും ബാസിഖുൻ ദിറാഇഹി ബിൽവസ്വീർ. നായ മഹ്മൂദാണല്ലോ. അൻ മുഖാത്തിലിൻ ഖാല അശ്റത്തു മിനൽ ഹൈവാനാത്തി തദ്ഖുലുൽ ജന്ന. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ ഇസ്മായിലുൽ ഹഖ് ബറൂസവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി 10 ജീവികൾ സ്വർഗ്ഗത്തിൽ കിടക്കും. വമിൻഹും കൽബു അസ്ഹാബിൽ കഫി, അസ്ഹാബിൽ കഫിന്റെ നായ സ്വർഗ്ഗത്തിൽ കിടക്കും. നായം അത്ര മദ്മൂമൊന്നുമല്ലല്ലോ, ഇത് മഹ്മൂദാണ് നേരോണ്ടല്ലോ. എന്നാലോ മൻ അറാദ അൻ യുഫർരിഖൽ ഉമ്മ വഹിയ ജമീഅൻ ഫഖ്തുഹു. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ ആരും അത് നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, ഞങ്ങൾ വിചാരിക്കണ്ട. അത് നടപ്പിലാക്കാൻ മുസ്തഫ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ കൂടെ സമസ്തയുടെ നേതൃത്വത്തോടുകൂടെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വന്ദനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്, ആ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഇവിടെ സമുദായം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അതുകൊണ്ട് അവരിങ്ങോട്ട് വരട്ടെ, അവരാണ് വരേണ്ടത്. പുഴകൾ ബഹറിലേക്ക് ചേരട്ടെ, പുഴകൾ ബഹറിലേക്ക് ചേരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. പുഴകൾ പുഴയാണെങ്കിൽ ഇനി കനീഫിലുമാണെങ്കിലും ബഹറിലേക്ക് ചേരാം. മാഉൽ കനീഫീര മസാല മുഖ്തലിഫൻ ബിമാഇൻ അഹ്ലിൽ ഫസാലത് മിൻഹു അഖ്റാറു. മഹാനായ കണ്ണിയാല മൗല റഹിമഹുല്ലാഹ് ഒരു സ്ഥാപനത്തിൽ പഠിച്ച് സനത് വാങ്ങിയ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചു. ഒരു സ്ഥാപനം പറയിപ്പിച്ചു. എന്താ? കേസറ്റ് ആയിരക്കണക്കിന് കേരളത്തിലുണ്ട്. മഹാനായ കണ്ണിയാല മൗല റഹിമഹുല്ലാഹ് ഒന്ന് ഉറക്ക പറഞ്ഞേക്ക്. കണ്ണിയാല മൗല റഹിമഹുല്ലാഹ്, കണ്ണിയാല മൗല റഹിമഹുല്ലാഹ്, കണ്ണിയാല മൗലയെ ചന്തയിൽ കൊണ്ടുപോയി അറുക്കണം എന്ന് പറഞ്ഞവർ. മഹാനായ കണ്ണിയാല മൗല റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവരെ ചന്തയെ കൊണ്ടുപോയി അറുക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാകണം, ഹഖായ ദീനിന്റെ സബീലിൽ നിലകൊള്ളണം. അതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകണം. ഇവിടെ ബഹുമാനപ്പെട്ട ഉലമാ സാദാത്യങ്ങൾ അവരുടെ വഴിയിൽ നിലകൊള്ളണം, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിലകൊള്ളണം. അതുവരെ മഹാന്മാരായ സമസ്തയുടെ വഴിയാകുന്നു, മുത്തഖീങ്ങളുടെ വഴിയാ, സ്വാലിഹീങ്ങളുടെ വഴിയാകുന്നു. ആ വഴിയിൽ നമ്മൾ ഉറച്ചിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പിന്നെ മഹാന്മാരായ മറ്റു സാദാത്യങ്ങൾ, നമ്മുടെ മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട പാറന്ന ഇബ്രാഹിം മുസ്ലിയാർ അടക്കമുള്ള ഉലമാഇന്റെ നേതൃത്വത്തിന്റെ കീഴിൽ മുഅ്മിനീങ്ങളെ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ബഹുമാനപ്പെട്ട ദീനിനെ ശത്രുക്കൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിരീശ്വരവാദികൾ എവിടെയും കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹഖായ
മാർഗത്തിൽ നിലകൊള്ളണം. നിരീശ്വരവാദത്തിനെതിരെ നിലകൊള്ളണം. നിരീശ്വരവാദത്തിനെതിരെ നിലകൊള്ളുക. അവർ നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയും പാഠപുസ്തകങ്ങൾ വഴി മാത്രമല്ല, എവിടെയും അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വികാരത്തിന്റെ കക്ഷികളാകട്ടെ ബഹുമാനപ്പെട്ട സമസ്തയെ നാണം കെടുത്താനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ചിന്തിക്കണം. വെറുതെ കയ്യബദ്ധം വരികയൊന്നുമല്ല. ചില ആളുകൾക്ക് കയ്യബദ്ധം വരുന്നത് സമസ്തയെ നിന്ദിക്കുന്ന ചില പത്രപ്രവർത്തകന്മാരുണ്ട്. ഞങ്ങൾക്കതറിയാം. ഇരുത്തേണ്ടിടത്തിൽ നിന്നെ ഞങ്ങൾ ഇരുത്തേണ്ടിടത്തിരുത്തും. സമസ്തയെ തകർക്കാൻ വിചാരിക്കണ്ട. ഞങ്ങളായാലും നിങ്ങൾ പത്രസമ്മേളനം നടത്തിയാൽ സമുദായമുണ്ടാക്കിയ ഒരു പത്രത്തിന്റെ ഉള്ളിലിരുന്നിട്ട് സമുദായത്തിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ നിന്ദിക്കാൻ ആരെങ്കിലും മെനക്കെട്ടാൽ നിന്നെയൊന്നും പത്രാഫീസിൽ കുത്തിയടിച്ച് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആലിമീങ്ങൾ ഭിന്നിച്ചാൽ മുസ്ലിം സമുദായം പാപ്പ് കൊടുക്കില്ല. മഹാന്മാരായ ആലിമീങ്ങൾ, മഹാന്മാരായ സാദാത്യങ്ങൾ സമസ്തയെ സൂക്ഷിച്ചോ. അത് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ മാർഗമാണ്. ഇവിടെ മുത്തഖീങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു. മുത്തഖീങ്ങളായ ആളുകളുടെ സബീലാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. എല്ലാവരും ബഹുമാനിച്ചിരുന്നു, പേടിച്ചിരുന്നു. കേരളം കണ്ട പ്രഗത്ഭനായ മുഖ്യമന്ത്രിയല്ലേ സി.എച്ച്. മേനോൻ. ഡൽഹിയിൽ നിന്ന് വിളിച്ചു. സി.എച്ച്. മേനോൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്നു. തിരുവനന്തപുരത്തിന് വണ്ടി ഇറങ്ങിയപ്പോ പത്രക്കാർ ചോദിച്ചു, എന്തിനാണ് ഈ പെട്ടെന്നുള്ള വരവ്? ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് വിളിച്ചു വന്നു. അപ്പോൾ പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, കൊയിലാണ്ടിയിൽ ഒരാളുണ്ട്, അവരോട് ചോദിച്ചോളൂ. ആരാ കൊയിലാണ്ടിയിൽ ഉണ്ടായിരുന്നത്? മഹാനായ സയ്യിദ് റഹ്മാൻ ബാബാഖി തങ്ങൾ റഹിമഹുല്ലാഹ്. കേരളത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സി.എച്ച്. മേനോന്റെ ഭരണ. അത് ബാഫഖ് തങ്ങൾ റാമത്താണ്. ചിന്തിക്കും എന്തിനാ ഒന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞേ, എന്നോട് കൊയിലാണ്ടിയിൽ ബാഫഖ് തങ്ങളുണ്ട്, അവര് വിളിച്ചിട്ട് വന്നതാണ്, അവരെ പോയി ചോദിച്ചോളൂ. ചിന്തിക്കണം. അവരെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ. ഇന്നിപ്പോൾ LDF ഉയർത്തുന്ന ഭീകരവാദം വലിയ കുഴപ്പമാണല്ലോ. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ ഭീകരവാദത്തിനെതിരെ പറയുന്നുണ്ടല്ലോ. സുന്നികളല്ലാത്ത ആൾക്കതിന് അർഹതയുള്ളത്. എന്റെ LDF ഇങ്ങനെ പറയാൻ കാരണം, ഖുർആനിലെ ആയത്തിനെ വളച്ചൊടിച്ചു ദുർവ്യാഖ്യാനം ചെയ്തു. ജിഹാദ് എന്ന പേരുള്ള ആയത്തുകൾ തോന്നിയാർത്ഥം വെച്ചു. അങ്ങനെയാ കാരണം. അപ്പോൾ പിന്നെ കാരണം മടങ്ങിയാലോ? ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഇതാരാ പഠിപ്പിച്ചത്? ഖുർആൻ തോന്നിയതുപോലെ മാനവക്കാൻ പഠിപ്പിച്ചവരല്ലേ അതിന് കാരണക്കാർ. അപ്പോൾ LDF എന്നത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഛർദ്ദിച്ചതാണ്. സുന്നികൾക്ക് ഉത്തരവാദിത്തല്ല. ഞങ്ങൾ ഉമ്മനെ പറഞ്ഞിട്ടില്ലേ, ഖുർആൻ തോന്നിയവരെ മാനവക്കാൻ പാടില്ല. അത് വെക്കൽ അവസാനിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തല്ലോ. നിങ്ങളെന്റെ കൂടെ ഉണ്ടാ? നിങ്ങളെന്റെ അത് LDFനെ ഉണ്ടാക്കിയത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയ. അവർക്ക് വ്യംഗ്യമായും വ്യക്തമായും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ട് ഖുർആനിൽ ജിഹാദ് എന്ന ആയത്ത് ഇറങ്ങിയതല്ലോ? എത്ര കാലവും പറഞ്ഞതായ മുസ്തഫ നബിയിലേക്ക് ഈ ആയത്ത് അന്നുണ്ടല്ലോ ഇന്നുണ്ടല്ലോ. ഇത് തോന്നിയത് പോലെ അർത്ഥം വെച്ച് പുതിയ സംഘടന ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കി. ആരാ കാരണം? കാരണം ഇത് ദുർവ്യാഖ്യാനം തോന്നിയതുപോലെ മാനവക്കാൻ പഠിപ്പിച്ചവരാണ്. ആരാണ് ഇവരെ ചേകനൂരിനെ കൊണ്ട് നടന്നിരുന്നത്? ചേകനൂരിനെ കൊണ്ട് നടന്നിരുന്നത് മുജാഹിദ് വിഭാഗമായിരുന്നു. സുന്നികൾക്കെതിരെ വാദപ്രചാരം നടത്താൻ വേണ്ടി കൊണ്ടുവന്നു. ശംസുൽ ഉലമയോട് അന്നേ ചോദിച്ചു, ചേകനൂര് കാഫിറാണോ? അപ്പോൾ സ്റ്റേജിൽ വെച്ച് മറുപടി, കാഫിറുമല്ല, അരഫുറുമല്ല, മുഴുവനും ഫിറാണ്. അന്ന് മുജാഹിദ് കൊണ്ടിറക്കാം. ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് സമ്മേളനത്തിൽ ചോദിച്ചു ചേകനൂര് കാഫിറാണോ? അപ്പോൾ പറഞ്ഞു, കാഫിറുമല്ല, അരഫുറുമല്ല, മുഴുവനും ഫിറാണ് എന്ന് പറഞ്ഞു. അന്ന് വഹാബി കൊണ്ടിറക്കുക. ആരവിടെ കുഴപ്പമുണ്ടാക്കിയത്? ആരവിടെ മമടികൾ ഇല്ലാതാക്കിയത്? ആരവിടെ സ്നേഹബന്ധം ഇല്ലാതാക്കിയത്? കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മഹാനായ സൂഫിയായിരുന്നു, വലിയ ആരിഫായിരുന്നു, വലിയായിരുന്നു. ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ
റിയാദുസ് സ്വാലിഹീൻ എന്ന വിശ്വവിഖ്യാതമായ കിതാബ് മലയാളത്തിൽ കവിതയാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ റഹിമഹുല്ലാഹ്. റിയാദുസ് സ്വാലിഹീൻ ഖുർആൻ ഹദീസിന്റെ മഹാഗ്രന്ഥം മലയാളത്തിൽ കവിതയാക്കി സഫീനത്ത് മാല എന്നൊരു പേര് കൊടുത്തു. അതാണ് പിന്നീട് ആ മാല ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അതാണ് പിന്നീട് രീതി കപ്പപ്പാട്ട് അസ്ലുഹു കപ്പൽപ്പാട്ട്, കപ്പൽപ്പാട്ട് അതിൽ അസ്ലുഹു സഫീനത്ത് മാല. ആരാ മുസന്നിഫ്? നിങ്ങളുടെ കൂടെ ഇല്ല. കപ്പപ്പാട്ട് എന്ന് പറഞ്ഞാൽ പൂളപ്പാട്ട് എന്നതിന്റെ അർത്ഥം. കപ്പപ്പാട്ട് അസ്ലുഹു കപ്പൽപ്പാട്ട്, കപ്പൽപ്പാട്ട് അസ്ലുഹു സഫീനത്ത് മാല. ആരാ സഫീനത്ത് മാല ഉണ്ടാക്കിയത്? വലിയ ആലിമ, വലിയ ആളാ. എന്റെ സ്ഥലനോട് പറഞ്ഞിട്ടുണ്ട്, ആർക്കും അള്ളഹാനോട് പറയും, പക്ഷെ നരകൊന്നും എനിക്ക് അത്ര വലിയ ഓടിയൊന്നുമില്ല. നിനക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണ് എന്റെ താല്പര്യം. പിന്നെ ഞാൻ നരകത്ത് പോയി കിടന്നാല് ആ മാവിലായിക്കാര് തീയന്മാര് പറയും, ഇതൊക്കെ പറഞ്ഞ് നിസ്കരിച്ച് മുൻപോറ്റിരുന്നതിന് മൂലിരാപ്പിളി നമ്മളെ കൂട്ടത്തിൽ തന്നെ നടന്നല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മോശം എന്താ? ലായിലാലുള്ള പറഞ്ഞവർക്കുള്ള മോശമാണത്. നീ സൗകര്യം പോലെ ചെയ്താളാ എന്ന് പറയും. അവിടെ എന്താ മോശം? എനിക്ക് നരകം, എന്റെ പ്രശ്നം എന്നെ ആരാധിക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. എന്നെ ആരാധിക്കണം എന്നാണ് എന്റെ ഉദ്ദേശം. പിന്നെ ഞാൻ നരകത്തിൽ കിടന്നാൽ പ്രശ്നം എന്താണെന്നറിയോ? ഈ ലായിലാലിലൊക്കെ പറഞ്ഞ മൂല്യരാപ്പുളിയും നമ്മൾ ഈ കൂടെ തന്നെ വന്നല്ലോ എന്ന് മാവിലായിക്കാര് തീയന്മാര് പറയും. അപ്പൊ അത് ലായിലാലിലൊക്കെ ഒരു മോശം ഉണ്ടാവും. എനിക്കത്ര ഒരു മോശമില്ല. അതിന് ഉള്ളില് സാധനം വേണം. ഇതുണ്ടായൊരു കാര്യമല്ല, സാധനം വേണം. അതാണ് കുഞ്ഞായി മുസ്ലിയാർ. മനുഷ്യന്റെ പേര് പറഞ്ഞാൽ ഉടനെ അടുത്ത വാക്ക് മങ്ങാട്ടച്ചൻ. മങ്ങാട്ടച്ചൻ മരണം വരെ മുസ്ലിമായിട്ടില്ല. എന്നിട്ട് ഞാൻ പറയാം, ഇതിവിടെ പഠിപ്പിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും സൂഫിയാക്കളുമായിരുന്നു. ഞങ്ങൾ അവിടെയാണ് അപ്പോഴുള്ളത്. ആരാ ടവൽസം ഉണ്ടാക്കിയത്? ഇതിനൊക്കെ കുഴിച്ചിടേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്, ഞങ്ങൾക്കല്ല. നിങ്ങളെ ചാപ്പുകളും നിങ്ങൾ കുഴിച്ചിടണം. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു, ഖുർആൻ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ച അടിസ്ഥാനത്തിലല്ലാതെ പറയാൻ പാടില്ല. നമ്മളിപ്പോഴും അവിടെ നിലകൊള്ളുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് ഖാദിയാനികളുടെ അസലല്ല ഖുർആൻ വ്യാഖ്യാനം ആരാധന പഠിപ്പിച്ചത് ഉപതീയുണ്ട്. വ്യാഖ്യാനം മിർജാ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണ് വ്യാഖ്യാനം. ഫജറിനെ തന്നെയാണ് സത്യം. ഫജർ എന്നാൽ 1-ാം നൂറ്റാണ്ട്. വലയാലിൻ ആശർ 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ 10 നൂറ്റാണ്ട്. 10 1 11. വശഫി ഇരട്ടയാ തന്നെയാണ് സത്യം. 11 2 13. വൽ വത്രി ഒറ്റ തന്നെയാണ് സത്യം. 13 1 14. അതിന്റെ അപ്പുറത്തുണ്ട് വൽ ഹൽഫി ദാലിക ഹിജ്ർ. ബുദ്ധിയുള്ളവർക്ക് ഇതിൽ പാടുണ്ട്. അത് മിർജാ ഗുലാം അഹമ്മദ് ഖാദിയാനി 14-ാം ഹിജ്റ 14-ാം നൂറ്റാണ്ടിൽ നബിയാവും എന്നുള്ളതിന് തെളിവാണ്. മനസ്സിലായില്ല? എന്തേ 14 പറഞ്ഞു നിർത്തി? ആരെ ദുർവ്യാഖ്യാനത്തിന്റെ വാതിൽ തുറന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ദുർവ്യാഖ്യാനത്തിന്റെ വാതിൽ തുറന്നവർ കുഴപ്പമുണ്ടാക്കി. വലിയ ഒരു കവിയായി നടന്നിരുന്ന ഒരുത്തൻ മനോരമയിൽ ഒരു ലേഖനം എഴുതി ഈ ഹജ്ജിന്. അതോടുകൂടെ മനോരമയും കുടുങ്ങി. മനോരമ മുമ്പേ കുടുങ്ങിയ ഒരു പത്രമാണ്. ഈ കൊല്ലം വല്ലാതെ കുടുങ്ങിപ്പോയി. അവസാനം ആ ലേഖനം കൊടുത്തതിന്റെ പേരിൽ കേരിക്കുന്നൂന്ന് കൊടുക്കേണ്ടി വന്നു. കാരണം ലേഖനം കൊടുത്തത് യൂസുഫ് അലി കച്ചേരിയ ചേകനൂരിയ. അവസാനം പത്രക്കാർ വരെ മാപ്പ് പറഞ്ഞു. ആരൊക്കെ ചീത്ത പറഞ്ഞു? ഇസ്മായിൽ നബിയെ ചീത്ത പറഞ്ഞു, ഇബ്രാഹിം നബിയെ ചീത്ത പറഞ്ഞു, ഹാജർ റളിയല്ലാഹുവിനെ ചീത്ത പറഞ്ഞു. മഹാന്മാരെ ആക്ഷേപിക്കുന്നതിലാണ് ബിദ്അത്തിന്റെയും കുഫ്റിന്റെയും മാർഗങ്ങൾ എണീറ്റ് നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചേകനൂരിലേക്ക് വരുന്നത് മുജാഹിദിൽ നിന്നാകും. KC-യുടെ മരുമകൻ വരെ ചേകനൂരായി കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചേകനൂരിൽ വരുന്നത് 1 അരീക്കോട് ഏരിയ, 2 പുളിക്കൽ ഏരിയ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചേകനൂരിലേക്ക് വരും. എന്തേ അങ്ങനെ ആയത്? എന്തേ നീർക്കോലി മൂത്താൽ പിന്നെ മടയോ? ഇതിന് പഠിപ്പിച്ചതാരാ? ബിദ്അത്തിന്റെ കക്ഷികളാണ് ഈ വാതിൽ തുറന്നിട്ടുള്ളത്. ചിന്തിക്കണം.
അതുകൊണ്ട് വിദ്യാർത്ഥികാർ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട്, അധികാരത്തിന്റെ ദമ്പ് കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. തൊപ്പിട്ട് നടന്നൊരുത്തൻ അവസാനം നിരീശ്വരവാദി കൊണ്ടിട്ട് പിന്തുണയും കൊടുത്തു. തൊപ്പി കണ്ടപ്പോ പലരും വിചാരിച്ചു ഇതൊരു നല്ല ഒരു അത്യാവശ്യം ഒരു മിതവാദിയാണ്. ആ തൊപ്പി തലയൊക്കെ എത്തിയാൽ അങ്ങനെയുള്ളത്. ഈ തൊപ്പി ഇത് വല്ലാത്തൊരു തൊപ്പിയാന്ന് പിന്നെ മനസ്സിലാക്കിയത്. പലരും തൊപ്പിയിട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ മനുഷ്യരെ പറ്റിക്കാൻ പലരും തൊപ്പിയിട്ടു. കോഴിക്കോട്ടുകാരൻ തൊപ്പിട്ട് വന്നു. അപ്പൊ ജനങ്ങൾ വിചാരിച്ചതൊരു മിതവാദിയാണ്. കൊണ്ടുപോയിട്ട് പിന്തുണപ്പുറത്ത് കൊണ്ടേ കൊടുത്തു. ചിന്തിക്കും. സമുദായ ശത്രുക്കൾക്ക് ഒറ്റപ്പെടുക്കുന്ന ആളുകൾ അധികരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വെള്ളക്കുപ്പയക്കാരെ എണീറ്റ് നിൽക്കുകയും വാക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്ന കാലഘട്ടം വന്നിരിക്കുന്നു. ജാമ്യയുടെ ഭക്ഷണം കഴിച്ചതും ജാമ്യായ ഉസ്താദുമാരുടെ സമ്മതം വാങ്ങി പുറത്തിറങ്ങണവും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കടന്നുറങ്ങാൻ വേണ്ടിയല്ല. നമ്മൾ കടന്നുറങ്ങിയാൽ കുറുക്കന്മാർ എണീക്കും. മനുഷ്യൻ ഉറങ്ങിയാൽ കുറുക്കൻ എണീക്കും. പിന്നെ നാട്ടിലാകെ കുറുക്കന്മാരാവും. മനുഷ്യൻ എണീറ്റാൽ കുറുക്കൻ ഉറങ്ങും. നമ്മൾ എണീറ്റ് നിൽക്കൽ മാത്രമേ പരിഹാരം. ദീനെ ഇലാഹി ഉണ്ടാക്കിയ അക്ബർ എന്ന വലിയ രാജാവ്, വലിയ പണക്കാരൻ, യമുനാ നദിയിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് തേവുക, ഒരു പാത്തിയിലേക്ക് തേവുക. ആ പാത്തിയിൽ തേവുന്ന വെള്ളം നേരെ രാജകൊട്ടാരത്തിലേക്ക് അതിന്റെ താഴെ കട്ടിലിട്ട് കിടന്നുറങ്ങിയ അക്ബർ ചക്രവർത്തിയും മകൻ ജഹാംഗീർ ചക്രവർത്തിയും. എത്ര വലിയ പണക്കാരായിരുന്നു. അവരാണ് ദീനെ ഇലാഹി ഉണ്ടാക്കിയത്. മനസ്സിലായോ? യമുനാ നദിയിൽ നിന്ന് വെള്ളം കോരുക, എന്നിട്ട് നേരം വെളുക്കുന്നവരെ അടിമകൾ തേവുക പാത്തിയിലേക്ക്. ആ വെള്ളപ്പാത്തി അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക്, ആ രാജകൊട്ടാരത്തിൽ ചാനലിങ്ങനെ കനാലിങ്ങനെ വെള്ളം രാജകൊട്ടാരത്തിലേക്ക് ബെഡ്റൂമിലൂടെ വെള്ളക്കനാൽ, അതിന്റെ മുകളിൽ കട്ടിലിട്ട് കിടന്നിറങ്ങാം അക്ബർ രാജാവ്, മകൻ ജഹാംഗീർ രാജാവ്. ആ അക്ബറാണ് ദീനെ ഇലാഹി ഉണ്ടാക്കിയത്. പണത്തിന്റെ പൊലിമകണ്ട പലരും കാലിമുട്ടടിച്ചു പോയി. പണ്ഡിതന്മാരോട് വെള്ളിയാഴ്ച ഹുതുബകളിൽ ദീനെ ഇലാഹി പ്രചരിപ്പിച്ചാൽ മതിയെന്ന് അക്ബർ കൽപ്പിച്ചു പോയി. വഴങ്ങി പലരും ജോലി രാജിവെച്ചു. പലരും രാജാവിനെ ഒപ്പിച്ചു നിന്നു. അപ്പോൾ ഒരു മഹാൻ വന്നു. മഹാനായ മുഖ്യതിലെ അൽബാനി അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റളിയല്ലാഹു അൻഹു. ഒറ്റപ്പടയോട്ടം കാബൂൾ മുതൽ കന്യാകുമാരി വരെ ആ മനുഷ്യന്റെ ശബ്ദത്തിന്റെ അലയലി ഉണ്ടായി. അക്ബർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ദീനെ ഇലാഹിയെ കുഴിച്ചു മൂടി. എന്തുകൊണ്ട് അക്ബർ തകർന്നു? അക്ബർക്ക് ആലിമീങ്ങളെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾ എപ്പോഴും നിന്ദയോടെ ഓർക്കുന്ന ആളാണ് അക്ബറിന്റെ പേര്. ആലിമീങ്ങൾ നിന്ദിച്ചവനാണ് അവൻ. എന്നാൽ ഇതാ ഷഹീദ് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്, കോഴിക്കോട്ട് കുട്ടിയല്ലൂർക്കാരൻ ചാവക്കാട്ടുകാരനായ ഒരു ഡോക്ടർക്ക് വലിയ രോഗമായി മെഡിസിൻ ഡോക്ടറായി MBBS പഠിക്കുന്ന കാലം പരീക്ഷയ്ക്ക് പോകണം. ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞടാ, നാളെ പരീക്ഷയാ, എന്ത് ചെയ്യും? പഠിച്ചിട്ടില്ല, വിഷമം, തിരക്ക്, പല ജാതി ബുദ്ധിമുട്ടായി, ഒന്നും പഠിച്ചിട്ടില്ല. ശംസുൽ ഉലമക്ക് ഫോൺ ചെയ്തു. ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ഡോക്ടറോട് പറഞ്ഞു, എവിടെയാ പരീക്ഷ എന്ന് ചോദിച്ചു. മൈസൂരാണ് പരീക്ഷ, ശ്രദ്ധിക്കണില്ലേ? അപ്പോൾ പറഞ്ഞു, അവിടെ ഏൽപ്പിക്കപ്പെട്ട ആളുണ്ടല്ലോ, അവിടെ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ആര്? ഷഹീദ് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് അവരുടെ മസാറിലേക്ക് മഖ്ബറയിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പോയി അവിടെ സിയാറത്ത് ചെയ്യുക. അവിടെ കണ്ടവർക്കൊക്കെ പൈസ കൊടുക്കുക, ചോദിച്ചോക്കട് കൊടുക്കുക. അവരാരെയും ആക്ഷേപിക്കരുത്, അവരെ പറ്റി ഇൻകാർ വിചാരിക്കരുത്, കിട്ടിയോക്കട് കൊടുക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ പണിയെടുക്കാൻ തയ്യാറാകണം. കുഫറിന്റെ കരാളഹസ്തങ്ങൾ ഏറി വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫലസ്തീനിലെ പ്രശ്നങ്ങൾ ചെറിയൊരു പ്രശ്നമായി കാണരുത്, വലിയ ഗൗരവമുള്ള പ്രശ്നമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളില്ലേ? നിങ്ങൾ ചിന്തിക്കുക, ചെറിയ ഒരു കുട്ടി, നമ്മളെ കുട്ടിയുടെ തലയാണെന്ന് തോന്നും. പഠിച്ചോനെ, ആ കുട്ടിക്ക് ഈ ഓഫറത്ത് കൊടുക്കണം. പഠിച്ചോനെ, അതിന്റെ ഉമ്മ വാപ്പമാർക്ക് കൂലി കൊടുക്കണം. പഠിച്ചോനെ,
അല്ലാഹുവേ ആ കുട്ടിക്ക് പരലോകത്തെ സന്തോഷത്തിലിരുത്തണം പഠിച്ചവനെ. അത്തരം ആപത്തുകൾ തൊട്ട് കാക്കണം പഠിച്ചവനെ. കണ്ടില്ലേ നിങ്ങൾ നമ്മളെ കുട്ടിയെ കബളിൽ ഉമ്മ വെച്ചിറങ്ങി വന്നവരാ, തിരിച്ച് നമ്മൾ ചെന്നാലും കബളിൽ ഉമ്മ വെക്കുകയാ. നമ്മുടെ പുറത്ത് കയറി ചാടി കളിക്കുന്ന കുട്ടി അതുപോലെ ഒരു ബാപ്പന്റെയും ഒരു ഉമ്മയുടെയും കുട്ടിയല്ലേ. എവിടെയാ മണ്ണിന്റെ മുകളിൽ ഉടല പോയി തല മാത്രം ബാക്കിയായി ജോമനയായ ഓമനത്തമുള്ള ഒരു മുഖവും ഒരാ ചപ്പത്തലമുടിയുമല്ലേ പത്രത്തിൽ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങളെ എണീറ്റ് നിൽക്കുകയും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എണീറ്റ് നിൽക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും അവരിൽ നിന്ന് ഒന്നും നമുക്ക് നേടാനില്ല, അവരിൽ നിന്ന് ഒന്നും നേടാനില്ല. എന്നിട്ട് പറയുന്നില്ല എല്ലാവരും നമ്മെ ചതിക്കാൻ നടക്കുക. അവരെ പിന്നാലെ നടക്കണ്ട, അവരൊക്കെ നമ്മളെ പരാജയപ്പെടുത്തും. കുറച്ചു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആർജവവും ദീനും മഹാനായ നമ്മുടെ നേതാവ് വണ്ടിയുടെ പൊലിമയുടെ വണ്ടിയുടെ കാറിന്റെ ടയറിന്റെ പൊലിമ പറയുന്നവരെ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ അല്ലാഹുവിന്റെ ദീന് മലബാറിൽ സ്ഥാപിച്ച ഒരു മനുഷ്യന്റെ പേര് പറയാം ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ. മഹാനായ സ്വന്തം മകനെ മാറഞ്ചേരിയിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞേച്ചു. മാറഞ്ചേരി പ്രസംഗം കഴിഞ്ഞു. ആ മകന് വണ്ടിയിലെ ആ നാട്ടുകാര് ജീപ്പ് വിളിച്ചിട്ട് മകനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. രാത്രി നട്ടപ്പാതിര നേരത്തെ വീട്ടിൽ മകൻ വന്നു കയറി. ബാപ്പ എത്ര സന്തോഷിക്കണം. അൽഹംദുലില്ലാഹ് എന്റെ കുട്ടി മടങ്ങിയുണ്ടല്ലോ, സന്തോഷിക്കണ്ടേ. ഞാൻ എത്ര നേരം വയ്യാലും എവിടെ പരിപാടി ചോദിക്കും. ആ പരിപാടി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടോ കണക്ക് കഴിഞ്ഞാൽ പിന്നെ വാപ്പ എണീക്കും, ഉമ്മ എണീക്കും. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഫദ്ൽ തുറന്നു കൊടുക്കട്ടെ. ഇതാ ഒരു മകൻ നട്ടപ്പാതിരക്ക് വീട്ടിലേക്ക് മടങ്ങി വന്നാൽ സന്തോഷിക്കല്ല വേണ്ടത്. നാട്ടുകാര് വന്നു മകനെ വീട്ടിലാക്കി. മാറഞ്ചേരിക്കാര് മടങ്ങിപ്പോയപ്പോൾ മകനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീയൊക്കെ നീ നടത്തുന്ന കാലത്തിലേക്ക് മരിക്കലാ നല്ലത്. എടാ നിനക്ക് വേണ്ടി അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വണ്ടി പോന്നില്ലേ, ആ പെട്രോളിന് ചെലവാക്കുന്ന പൈസ കൊണ്ട് അവർ എത്ര ദീനീ പ്രവർത്തനം നടത്താൻ പറ്റും. വണ്ടിയുടെ പൊലിമ കണ്ടവരല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ. മഹാനായ എന്നിട്ട് മകനോട് പറഞ്ഞത്രേ, ഈ വണ്ടിയിലാണല്ലോ പുതുപ്പറമ്പിലേക്ക് വന്നത്, ഏതാണ് ഈ പുതുപ്പറമ്പ് എന്നാണ് നീ വിചാരിച്ചത്? കോട്ടക്കലിൽ നിന്നും മഴ കൊണ്ട് പൂക്കോയത്തങ്ങൾ കാപ്പ് നടന്നു, ഞാൻ ചൂട്ടം നിന്നിച്ച് നടന്നു ദീനീ പ്രവർത്തനത്തിന് നട്ടപ്പാതിരക്ക്. അതാണ് ഒരു കറാമത്ത്. വണ്ടിയുടെ ടയറിന്റെ കറാമത്തല്ല. കോട്ടക്കലിൽ നിന്ന് പുതുപ്പറമ്പിലേക്ക് രാത്രി മഴയും കൊണ്ട് പൂക്കോയത്തങ്ങൾ പാപ്പം നടന്നു. റോഡ് മുഴുവനും വഴി മുഴുവനും ഒരു സൈസ് പുല്ലുണ്ടായിരുന്നത്രേ, തുണിയിൽ കുത്തിക്കയറുന്ന പുല്ലുണ്ടായിരുന്നു. ആ പുല്ല് കുത്തിയിട്ട് തുണി നിറച്ചു, തുണി നിറഞ്ഞുപോയി. എന്നിട്ട് മഴയും കൊണ്ട് നടന്നു. മഴ കൂടിയാൽ പെട്ടെന്ന് മഴ കൂടിയാൽ ഈ ചൂട്ടയെ ചൂട്ട കെട്ടുപോകും. അപ്പൊ തങ്ങൾ പാപ്പയും സാഹിബുൽ ഗ്രാമത്തായ മഹാനായ പാണക്കാട് PKMS തങ്ങൾ ആ വഴിയിൽ അല്ലാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ, ആ വഴി അല്ലാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. അതാണ് മുസ്ലിം ജമാഅത്തിന്റെ വഴി. അതിനുവേണ്ടി പണിയെടുക്കുക. അവസാനം വരെ ബഹുമാനപ്പെട്ട ദീനിനു വേണ്ടി അധ്വാനിച്ചിരുന്നവരെ അവരെ കൂടെ നിൽക്കുക. താലിമീങ്ങളെ ദുനിയാവിന്റെ ആളുകളെ ബഹുമാനിക്കാതിരിക്കുക. ഖൈറുൽ ഉമറായി മൻ യസൂറുൽ ഉലമാ, ശർറുൽ ഉലമായി മൻ യസൂറുൽ ഉമറാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു സമ്മാനം തന്നു വിടുകയാണ്. നിങ്ങൾക്ക് ഇരിക്കും. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. ആരും ഇന്നോട് ചൂടായിട്ട് കാര്യമല്ല. നിങ്ങൾ മദീനയിൽ പോയി ചൂടായി. മുസ്തഫ നബി പറഞ്ഞടാ, ഹബീബ നബി വിഷമണ്ടോ? എന്റെ മുസ്തഫ നബി പറഞ്ഞത് ഖൈറുൽ ഉലമായി മൻ യസൂറുൽ ഉമറാ, ഖൈറുൽ ഉമറായി മൻ യസൂറുൽ ഉലമാ. ഖൈറുൽ ഉമറായി ഭരണാധികാരികളിൽ, നേതാക്കളിൽ, രാഷ്ട്രീയ നേതാക്കളിൽ നല്ല ആളുകൾ മൻ യസൂറുൽ ഉലമാ,
വാതിൽക്കലേക്ക് ഇങ്ങോട്ട് വന്ന് സംശയം കേട്ട് ഉപദേശം കേട്ട് അത് നടപ്പിൽ വരുത്തുന്നവരാ. ആര് പറഞ്ഞു? ഹബീബായ നബി പറഞ്ഞു, ഖൈറുൽ ഉമറാഇ മൻ യസുറുൽ ഉലമാ. ഇനി തിരിച്ച് ശർറുൽ ഉലമാഇ മൻ യസുറുൽ ഉമറാ. ശർറുൽ ഉലമാഇ, ആലിമീങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആലിം മൻ യസുറുൽ ഉമറാ, ഉമറാക്കളെ പിന്നാലെ അവർക്ക് സമയം നോക്കി നടക്കുന്നവരാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇത് കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഇതിൽ ബാധകമുണ്ട്. ഒന്നാമത്തെ ബാധകം എനിക്ക് തന്നെയാണ്, ഇതിന് ഒന്നാമത്തെ പ്രതി ഞാൻ തന്നെയാണ്. അത് നമ്മളൊക്കെ നന്നാക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞത്, ആർക്കെങ്കിലും വേണ്ടി പറഞ്ഞാൽ വിചാരിക്കണ്ട. ഇത് അല്ലദീ ലഹു സമഉൻ, ഇതാർക്കൊക്കെ സമയമുണ്ടോ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്തഫ നബി പറഞ്ഞു, ശർറുൽ ഉലമാഇ മൻ യസുറുൽ ഉമറാ. ചിന്തിക്കണം. മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറാക്കൾ ഒരു ദിവസം ആഗനിയായ മുതലാളിമാരെ എന്റെ വീട്ടുവാതിൽക്കൽ വന്നിട്ടില്ലെങ്കിൽ അന്നെന്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ദിവസമാണ്. കാരണം അവർ വന്നാൽ എനിക്കൊന്നും കിട്ടാനില്ല, അവരാകട്ടെ എന്റെ സമയം കളയും ചെയ്യും. ഇതിനാണ് ആഭ്യന്തര സഹമന്ത്രിയായി ആര്? PM സഈദ്. അങ്ങനത്തെ ഒരു മന്ത്രി ഒന്നും ഇപ്പോൾ കേരളത്തിലില്ല. ഏറ്റവും വലിയ മന്ത്രി, ആഭ്യന്തര സഹമന്ത്രി. നിങ്ങൾക്ക് വിഷമായോ? നിങ്ങൾക്കിത് കേൾക്കണ്ടേ? ഇതൊക്കെ കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി MP ആയാൽ തന്നെ Z കാറ്റഗറിയിലുള്ള MP ആണ് PM സഈദ്. ലക്ഷദ്വീപിന്റെ MP Z കാറ്റഗറിയിലുള്ള ആളാണ്. മന്ത്രിയായി, ക്യാബിനറ്റ് പദവി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. വെള്ളിമാട് വന്ന് കുട്ടികളാരോ വാതിലൊന്നു കൊടുത്തു കയറി. വടാപ്പുറം എന്ന് പറയും, വലിയ തിണ്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു തിണ്ട് അതിമങ്ങനെ ഇരിക്കുന്നുണ്ട് ഷെയ്ഖുന. ഇത് കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, കുറെ ഉണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ ആളുകളൊക്കെ. ആരാന്ന് ചോദിച്ചു? സഈദാണെന്ന്. ഏത് സഈദ് എന്ന് ചോദിച്ചു? കേന്ദ്രമന്ത്രി സഈദാണെന്ന്. എന്തെന്ന് ചോദിച്ചു? മനസ്സിലായില്ല. എന്തെന്ന് ചോദിച്ചു? ഒന്ന് ദ്വാരക്കണം, അതിനു വേണ്ടി ഒന്ന് പൊരുത്തം തരണം, ദ്വാരക്കണം. എന്നവിടെ വാറും എണീറ്റില്ല. ഇത് കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇരുത്തി താഴെ ആ വടാപ്പുറത്തിന് താഴെ ഒരു കസേരയിൽ ഇരുത്തി തലയെ കൈവച്ചു ദ്വാരുന്നു. മന്ത്രിച്ചൂരി കഴിഞ്ഞപ്പോ പറഞ്ഞു, മന്ത്രിയായ പോരാ, നീതിമാനാകണം. പൊരുത്തം കൊടുത്തു, ദ്വാരുന്നു. മന്ത്രിച്ചു പോയി. ഒരു ചായ കൊടുത്തില്ല. ആ മനുഷ്യൻ ഈ മഹാന ജാമ്യാരൂഢയിൽ പഠിപ്പിക്കുമ്പോൾ ഉമർ ദേശീയാപടങ്ങളും ഐദറേശ്യാപടങ്ങളും കുളിച്ചു പോകുന്ന നേരത്തെ സോപ്പ് വാങ്ങുമായിരുന്നത്രേ. തങ്ങളുടെ ആ സോപ്പിണിൽ എന്ന് പറയാം, തങ്ങളുടെ നഗിന്ന് സോപ്പ് വാങ്ങാം. എന്തിന്? മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഇതാണ് അള്ളാന്റെ ദീനിലെ അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഇതാണത്. നമ്മൾ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇതാണത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. തങ്ങൾ കുട്ടി സോപ്പ് പട്ടിക്കാട് ജാമ്യാരോയുടെ പ്രിൻസിപ്പൽ എന്തിനാവൽ കുട്ടിയുടെ സോപ്പ് വാങ്ങുന്നു? എന്തിനൊരു കുട്ടിയുടെ ചെളുക്ക സോപ്പ്? പട്ടിക്കാട് ജാമ്യാരോയുടെ പ്രിൻസിപ്പലിന് എന്തിനാ ഒരു കുട്ടിയുടെ ചെളുക്ക സോപ്പ് വാങ്ങേണ്ട ആവശ്യമെന്താ? വാങ്ങി അതുകൊണ്ട് കുളിക്കും. എന്തുകൊണ്ട്? ചിന്തിക്കുക. നമ്മൾ ഇരിക്കേണ്ടടുത്തിരിക്കണം, ചിന്തിക്കണം. സാധാരണക്കാർക്ക് താടി കൂടിയാൽ ബാർബർ ഷോപ്പിൽ പൈസ കിട്ടുന്ന ചുരുങ്ങുന്നല്ലാതെ ആരുമാവില്ല. അരിമന്യ ഒരു പണിയുണ്ട്. ഒരു പൈസയാകാന്നാണ് ഒരു ദിവസം നടക്കണ കാര്യമല്ല. കുറച്ച് പണിയുണ്ട്, അതിനുശേഷം പണിയുണ്ട്. അതിന് ഉസ്താദുമാരെ താഴെയിരിക്കണം. ഈ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് മുഴുവൻ ഉണ്ടാവും കാലിന്റെ ഞെരിയാണിക്കടുത്ത് തഴമ്പ്. ബൊടിയും തഴമ്പ്.
പായലിരുന്നതാ. ഉസ്താദ്മാരെ അടുത്ത് പായലിരുന്നിട്ട് അവരെ കയ്യിൽ നിന്ന് ശിക്ഷത്വം വാങ്ങി ദീന് അള്ളാന്റെ ദീന് പഠിച്ചിട്ട് അള്ളാന്റെ ദീന് പ്രാവർത്തികമാക്കി ആക്കാൻ വേണ്ടി കൊല്ലങ്ങൾ കൊണ്ട് തപസ്സാർന്ന പഠനം നടത്തിയ ഫൈസിമാര് ധാരിമിമാര് അള്ളാഹുവിന്റെ ദീനിന്റെ നിറകുടങ്ങളായ ആലിമീങ്ങൾ അവരാണ് ലോകത്ത് ദീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മുടെ നേതാക്കന്മാർ. അവരാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. അവരാണ് ഇപ്പോഴും നേതൃത്വം. അവരോട് ചോദിച്ചു പഠിച്ചാൽ, അവരെ അംഗീകാരം വാങ്ങിയാൽ മറ്റുള്ളവർക്ക് ജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാനാരും ആർക്കെങ്കിലും വേണ്ടി പറഞ്ഞല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആലിമീങ്ങളെ നിസ്സാരമാക്കാൻ ആരും മെനക്കെട്ടിട്ട് കാര്യമില്ല. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നേതാക്കളാണ്. അവരെ പോലെയാകാൻ ആർക്കും സാധ്യമല്ല. അവർ അംബിയാഇന്റെ അന്തരാവകാശികളാണ്. മറ്റൊരു ഫറായിനത്തിന്റെ അന്തരാവകാശികളാണ്. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അവർ മരിച്ചാൽ ആലിമ് മരിച്ചാൽ സമുദ്രത്തിലെ മത്സ്യം കരഞ്ഞു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഫിർഔൻ മരിച്ചപ്പോഴോ فما بكت عليهم السماء والأرض وما كانوا منظرين. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. നമ്മൾ ഇരിക്കണ്ടടുത്തിരിക്കുക. മരണവേദന ഇറങ്ങിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ജീപ്പ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ഉദാഹരണം കൂടെ പറയാം. അതെ, ജീപ്പ് വിളിക്കാൻ തോന്നുന്നു. ആരോ ജീപ്പ് വിളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞു കോട്ടക്കലങ്ങാടിന് ജീപ്പ് വന്നാൽ മതി, കാണുന്നില്ല. എന്റെ ജീപ്പ് വരാൻ. അപ്പോൾ ആരോ പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലേക്ക് ചേളാരിയിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ട്രക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു. അത് എനിക്കൊറ്റയ്ക്ക് സുഖിച്ചു പോകാനുള്ളതല്ല, മടത്തിക്ക് പോകാൻ പറയൂ. കുഞ്ഞാപ്പാജിക്ക് ഫോൺ ചെയ്യേ. ചെമ്മുക്കൻ കുഞ്ഞാപ്പാജിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ജീപ്പ് മടക്കി അയച്ചു. മഹാനായ അവരാണ് ഇവിടെ ദീൻ സ്ഥാപിച്ചിട്ടുള്ളത്. അവരെ പിന്നാലെ നമുക്ക് മുന്നോട്ട് പോകാം. ആ കോൽ, അതിന്റെ ബാക്കി പത്രം ഇന്ന് നമ്മുടെ മുന്നിലുള്ള ആലിമീങ്ങളിലേക്ക് വരിക. അല്ലാഹു ആ ശുദ്ധി നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളായാൽ പോയി. ഹബീബിന്റെ തിരുമീതാണ്, ആലിമാണ്. കാട്ടിലകപ്പെട്ടു പോയി. ഇബ്നു തൈമിയ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് തമാശ പറയുകയല്ല. ഇബ്നു തൈമിയ പോലും പറഞ്ഞിട്ടുണ്ട്. കാട്ടിൽ അകപ്പെട്ടു പോയി. സിംഹം വന്നു വാ പുലർത്തി. അപ്പോൾ പറഞ്ഞു, അനാ ഖാദിമു റസൂലില്ലാഹ്. എന്നെത്തുന്നാണ് വരുന്നത്? സിംഹത്തോട് ചോദിച്ചു. സിംഹം ഖാലിയായി. സിംഹം ബഹുമാനപ്പെട്ടവരുടെ കൂടെ നടന്നു. ഹത്താ ലഹിഖ ബിൽ ഖറിയ. ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത് വരെ സിംഹം പിന്നെ രക്ഷകനായി, സെക്യൂരിറ്റിയായി. ആര്? നിങ്ങളിന്റെ കൂടെ, നിങ്ങൾ വിട്ടെന്നാ തോന്നുന്നത്. ആര്? സിംഹം സെക്യൂരിറ്റിയായി. ആർക്ക്? അത് ഹബീബിന്റെ തിരുമീര. പട്ടിക്കാട്ട് വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട വെള്ളക്കുപ്പായക്കാരെ, എന്റെ അനുജന്മാരോടും എന്നോടുമാണ് ഞാനിത് പറയുന്നത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ബഹുമാനപ്പെട്ടവരെ സിംഹം പേടിച്ചു പോയി. ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ വിദാഅ് പറഞ്ഞു, ഞാൻ പോയി വരട്ടെ എന്നതുപോലെ സിംഹം അതിന്റെ രണ്ട് കാലിങ്ങനെ ഒന്ന് ചരിച്ചു, ഒന്ന് ഭവ്യത കാണിച്ചു. എന്നിട്ട് സിംഹം മടങ്ങിപ്പോയി. ഈ സംഭവം സ്വഹീഹാണെന്ന് അൽ മുഇസ്സത്ത് വൽ കറാമയിൽ ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ആലിമിന്റെ പ്രത്യേകത. അതാണ് ആലിമിന്റെ പ്രത്യേകത. പരിശുദ്ധ ഖുർആനിൽ ഇതാണ് ആലിമിന്റെ പ്രത്യേകത. കണ്ണ് ഇമ ചിമ്പി തുറക്കുന്ന സമയത്തിന്റെ മുമ്പ്
കണ്ണ് ചെമ്മി തുറക്കുന്ന സമയത്തിന്റെ മുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് ബൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവന്നു ആലിമായ ആസഫ് ഇബ്നു ബർഖിയ റഹിമഹുല്ലാഹ്. ആലിമിന്റെ പ്രത്യേകത ഇതാണ്. ആലിമിന്റെ പ്രത്യേകത മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. ആലിമായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. വാസിലത്ത് ഇബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട ആലിമായ വാസിലത്ത് ഇബ്നു അസ്ഖർ. ഒന്നോർക്കം പറഞ്ഞേക്ക്, വാസിലത്ത് ഇബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ്യ തന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാനി വ ഔലിയാഇ ശൈത്താൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഒക്കെ എന്റെ കയ്യിലുണ്ട്. കേട്ടു പറയല്ല, കണ്ടു പറയാം. വാസിലത്ത് ഇബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. അലിമായിരുന്നു. ചിന്തിക്കണം മോമിനെ, മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. മറ്റൊരു ആലിമ് തീയിൽ കയറി തീ ഇഹ്റാഖ് ചെയ്തില്ല, കരിക്കാതെ ഇറങ്ങിപ്പോയി. അബൂ മുസ്ലിമിൽ ഖവലാനി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഒരു തിൽമീദാണ് ആലിമ. ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി ഖുർആൻ ഓതുമ്പോൾ കരയുമായിരുന്നത്രേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫഅല ബിഇബ്രാഹിമ മൻ ഫഅല ബിഹി കമാ ഫഅല ബിഇബ്രാഹിമ ഖലീലാ. ഇബ്രാഹിം നബിക്കുണ്ടായ അലൈഹിസ്സലാം ഒരനുഭവം അപ്പടി ഉണ്ടായ ഒരാളെ റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരിൽ കാണിക്കാതെ എന്നെ മരിപ്പിക്കരുത്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ, ഞാൻ അവസാനിപ്പിക്കാണ് എന്ന് ദുആയിരുന്നിരുന്നു. ആര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ തിൽമീദ് അബൂ മുസ്ലിമിൽ ഖവലാനി. മുസൈലമത്തുൽ കദ്ദാബ് പിടിച്ചെടുത്ത് തീയിലേക്ക് എറിഞ്ഞു. ثم رأوه وهو قائم يصلي فيها. പിന്നെ തീയിൽ നിന്ന് നിസ്കരിക്കാൻ ആര്? മനസ്സിലായില്ല. ആര്? അബൂ മുസ്ലിമിൽ ഖവലാനി റളിയല്ലാഹു അൻഹു. അവരെ മാത്രം അവരെ ജോർജ് ബുഷ് അറിഞ്ഞിരുന്നു, നരേന്ദ്രമോദി അറിഞ്ഞിരുന്നു എന്നല്ല. അല്ല, അവരെ മാത്രം ഒരേ രാത്രി തഹജ്ജുദ് മുടങ്ങിയപ്പോൾ കരഞ്ഞു. അവസാനിപ്പിക്കാണ്. ആലിമിരിക്കേണ്ടടുത്ത് ആലിമിരുന്നില്ലെങ്കിൽ മറ്റൊരു പലരും നമ്മളെ നിയന്ത്രിക്കും. ഈ ഉമ്മത്ത് തകർന്നു പോകും. അവർക്കോ വിളിച്ചല്ല, നമ്മളെ കയ്യിലുള്ള വിളിച്ചവും കിട്ടുപോയാലോ? ആലിമിരിക്കേണ്ടടുത്ത് ആലിമിരിക്കണം. ആലിമും വേറുള്ളവരെ നിയന്ത്രിക്കണം, ആലിമും മറ്റുള്ളവരെ നിയന്ത്രിക്കണം. നിങ്ങൾ ചിന്തിക്കണം, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള പാതയോരങ്ങളിൽ ഇളനീര് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവേ മുല്ലക്കോയ തങ്ങള് യാത്ര ചെയ്യുമ്പോൾ ഇളനീര് കുടിക്കാൻ വേണ്ടി പാതയോധരങ്ങളിൽ തെങ്ങ് വെച്ച് പിടിപ്പിച്ചു. ആര്? അറക്കൽ രാജാവ്. അറക്കൽ രാജാവ് തെങ്ങ് വെച്ച് പിടിച്ചുപിടിക്കാം. എന്തിന്? വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ കണ്ണൂരിലേക്ക് വരുമ്പോ ആവശ്യത്തിന് ഉറങ്ങി നിങ്ങൾ. എന്തിന്? ഇളനീര് കുടിക്കാൻ. കാരണം അറക്കൽ രാജാവിനെ പേടിയാ. അറക്കൽ രാജാവിനെ പേടിയാ. ആരെ? വരക്കൽ ബാല്. അവരാ നമ്മളെ നേതാവ്, അവരാ നമ്മളെ നേതാവ്. നമ്മൾ ചിന്തിക്കണം, ഉലമാഇനെ അനുസരിക്കണം. ഉമറാക്കൾ മുന്നോട്ട് പോകണം. അങ്ങനെയായാൽ നമ്മൾ ജയിക്കും. ജയിക്കണം എന്ന് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എങ്ങനെ ജയിക്കുന്ന ആർക്കും അറിയില്ല. ഇരുട്ടിൽ കരിപ്പൂച്ച തപ്പണ്ട. അത് കിങ്ങണി കെട്ടിയിട്ട് അങ്ങാടി നിന്നിട്ട് ഗാനമേള നടത്തി ചാടി കൊണ്ട് ജയിക്കൂല. ജയിക്കണമെങ്കിൽ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു സഹായിക്കും. ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ അല്ലാഹുവിനെ സഹായിക്കൽ? ആമന്നാ ബില്ലാഹി വശ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. അല്ലാഹുവിനെ സഹായിക്കൽ ദീൻ നടപ്പിലാക്കലാണ്. അല്ലാതെ നമ്മളായാൽ നമ്മളെ കൊളസ്ട്രോൾ പോകുന്നേ ഉള്ളൂ, വിജയം ഉണ്ടാവില്ല. വിജയം ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിനെ സഹായിച്ചവരെ അല്ലാഹു സഹായിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഗാനമേള എന്ന് പറയുന്നത് തമ്മാടിയായ ഹാരിഫിന്റെ രീതിയാ, സ്വഹാബികളുടെ രീതിയല്ല, മുസ്തഫ നബിയുടെ രീതിയല്ല. അതുകൊണ്ട് ഹക്കായ
മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, ആലിമീങ്ങൾ അംഗീകരിക്കുക. നമ്മുടെ നേതാക്കൾ തന്നെ. അള്ളാഹു അവരെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ മാർഗത്തിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തട്ടെ. സമുദായത്തിന് ഐക്യം വേണം. പക്ഷേ ഇവിടെ മഹാന്മാരായ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നടക്കില്ല. അതൊരിക്കലും പറയാൻ പാടില്ല. അവർ അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ മുത്തഖീങ്ങളാണ്, സാലിഹീങ്ങളാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിനപ്പുറം അറിയാത്തവരാകുന്നു. അവനൊന്നും അറിയാത്തവരാ, അവൻ പാവപ്പെട്ടവരാ. അവരെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരെ കൂടെ നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബിദ്അത്തിനെതിരെ പ്രവർത്തിച്ച്, വിദേശനിലവാരത്തിനെതിരെ പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എണീറ്റ് നിൽക്കാൻ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ തയ്യാറാകണമെന്ന് വളരെ വിനയത്തിലും വളരെ താഴ്മയിലും അപേക്ഷിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് മാർഗം. അത് ബാഫഖ് തങ്ങളുടെ മാർഗമാകുന്നു. അത് മംഗൂസോടേക്ക് ഹജ്ജിന് പോയ ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങളുടെ മാർഗമാണത്. കുതുബിയത്ത് ചൊല്ലിയിരുന്നവരുടെ മാർഗമാകുന്നു. പ്രിയപ്പെട്ട സ്വീകരിച്ചിരുന്ന മശായിഖന്മാരുടെ മാർഗമാകുന്നു. ദാക്കിരീങ്ങളും ശാക്കിരീങ്ങളുമായ ആരിഫീങ്ങളുടെ മാർഗമാകുന്നു. ആ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കണ്യാല മൗല സമസ്തയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അതിനുവേണ്ടി തന്റെ വാക്കിലും പ്രയോഗങ്ങളിലും സമസ്തയെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ ആളായിരുന്നു. മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രസംഗിച്ച പ്രാർത്ഥിച്ച ആളായിരുന്നു മഹാനായ അരിമ്പ്ര ഉസ്താദ്. മഹാന്മാര് അവരുടെയൊക്കെ മാർഗത്തിൽ നിൽക്കുക. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആരിഫീങ്ങൾ അവരും സമസ്തയുടെ മാർഗത്തിലാണ്. ഉസ്താദിനെതിരെ ആര് സിന്ദാബാദ് ഉസ്താദിനെതിരെ ആര് മാർച്ച് നടത്തിയിട്ടുണ്ടോ അവരെ കൂടെ നിൽക്കാതിരിക്കുക. ഉസ്താദിന്റെ കൂടെ നിൽക്കുക. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ കാര്യം ചിന്തിക്കണമെന്ന് വളരെ വിനയത്തിൽ താഴ്മയിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിലോ പ്രയോഗത്തിലോ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല നല്ലത് പറയാനും കേൾക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വറഹ്മില്ലാഹു ബി അഹ്ലി ഫലസ്തീൻ. اللهم ارحم بأهل فلسطين. اللهم ارحم بأهل فلسطين. اللهم دمر أفواج إسرائيل ودمر أفواج اليهود والنصارى أعداءك أعداء الدين وأعل كلمتك إلى يوم الدين. اللهم شتت شملهم وفرق جمعهم وأقرع عددهم واجعل الدائرة عليهم. പടച്ചോനെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം തമ്പുരാനെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഞങ്ങളെ വിജയിപ്പിക്കണം റബ്ബേ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ കഴുത്തെടുത്ത് കൊന്നവരെ പരാജയപ്പെടുത്തണം പടച്ചോനെ, അവരെ പരാജയപ്പെടുത്തണം റബ്ബേ, അവരെ പരാജയപ്പെടുത്തണം റബ്ബേ. മുസ്ലിമത്തിന് വിജയം നൽകണമേ റബ്ബേ, മുസ്ലിമത്തിന് ഐക്യം നൽകണമേ റബ്ബേ. ഈ ഉലമാഇന്റെ കൂടെ ഞങ്ങൾ നിർത്തണം തമ്പുരാനെ. കാളമ്പാടി ഉസ്താദിന്റെ കൂടെ, ചന്ദ്രശേഖർ ഉസ്താദിന്റെ കൂടെ, ആർമി ഉസ്താദിന്റെ കൂടെ, വാവാറുകുനിക്കോയ മുസ്ലിയാന്റെ കൂടെ, ബഹുമാനപ്പെട്ട ആത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ, ബഹുമാനപ്പെട്ട തിരുപ്പതി ഉസ്താദിന്റെ കൂടെ, ഈ മഹാന്മാരെ കൂടെ നിൽക്കാൻ പടച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണം റബ്ബേ, നമ്മൾ സഹായിക്കണം റബ്ബേ. അല്ലാഹുവേ, ആ മഹാന്മാരെ കൂടെ ഞങ്ങളെ നിർത്തണം തമ്പുരാനെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. തവഫനാ മുസ്ലിമീന വഅൽഹഖനാ ബിസ്സാലിഹീൻ. ഈ സാധുവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.